ഹലോ ഗൈസ്, പല്ല് വേദനിച്ച് പണ്ടാറടങ്ങിയിരിക്കുന്ന സമയത്താണ് ഞാൻ വേഗം പോയി കാണിച്ചത് കേട്ടോ. ഇനിയും വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും വിചാരിച്ചിട്ട് ഞാൻ വേഗം പോയി കാണിച്ചു. വിംസിലാണ് കാണിച്ചത്. പിന്നെ ഒന്നും പറഞ്ഞില്ല. അവർ പറഞ്ഞ് റൂട്ട് കനാൽ ചെയ്യണമെന്ന്. അപ്പോൾ പിന്നെ അതിനുള്ള അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ തിരിച്ചു വന്നു. ബില്ല് ചെയ്തു, മരുന്നുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. പിന്നെ ഉണ്ടല്ലോ, ഈ ഡ്രസ്സ് ഞാൻ ഒരുവിധം വീഡിയോസിലൊക്കെ ഇടും. കാരണം എനിക്ക് കംഫർട്ടായിട്ടുള്ള ഡ്രസ്സുകൾ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ പിന്നെയും തന്നെയും മറച്ചും തിരിച്ചും ഒക്കെ ഞാൻ ഇട്ടുകൊണ്ടിരിക്കും. കാരണം അത് എൻ്റെ ഫേവറേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന് ഒരു മടിയില്ല. എനിക്ക് എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ്. അതേപോലെ തന്നെ എന്താ പറയുക, അത് നിങ്ങളും അങ്ങനെയൊക്കെ ആണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഈ ഒരു ചായ, ഞാനൊരു ചായയും അതേപോലെ തന്നെ ഒരു ഉന്നക്കായും പിന്നെ ഒരു എൻ്റെ പൊന്നോ ചായ ഒരു വകയ്ക്ക് കൊള്ളത്തില്ല. ഇത് എന്ത് ചായയാണോ അത് കാപ്പിയാണോ അത് ചാപ്പി എന്ന് വേണം വിളിക്കാൻ. കാരണം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ലൈഫിൽ കുടിച്ച ഏറ്റവും വേസ്റ്റ് ചായ ആയിപ്പോയി. പക്ഷേ അവിടുത്തെ കാപ്പി അടിപൊളിയാണ് കേട്ടോ. ഞാനൊന്ന് ചായ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ മേടിച്ചതാണ്. എനിക്ക് ചായ പ്രേമിയൊന്നുമല്ല, എനിക്ക് കാപ്പിയാണ് കൂടുതലിഷ്ടം. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ തന്നെ പെട്ടെന്ന് ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു ഓട്ടോയിൽ ഇരുന്നിട്ട്, ഈ പല്ലുവേദനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്ന്. പക്ഷേ വേറെ എന്തെങ്കിലും ഒരു വേദന വന്നാൽ അതായിരിക്കും ഏറ്റവും വലിയ വേദന. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വേദനയും ഭയങ്കര വേദനയാണ്. പല്ലുവേദന വന്നിട്ട് എനിക്ക് ഒരു രീതിക്കും എന്താ പറയുക, ഫുഡ് കഴിക്കാനും ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു വെള്ളം കുടിക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ പോട്ടെ, ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം. ഇനി അടുത്ത വേദനയൊന്നും വരാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബസ് കിട്ടിയ പാട് ഞാൻ വേഗം ബസ് കയറി. ഞാൻ അവിടെ കണ്ട 2 ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മോക്കത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനത് 2-3 വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഒടുക്കത്തെ റേറ്റാണ് കൈസ്. ഇതെല്ലാത്തിനും എന്തൊരു റേറ്റാണ്. എനിക്ക് എന്താ പറയുക, പിന്നെ വേഗം ബസ് കിട്ടി. ഞാൻ വേഗം വീടെത്തി കേട്ടോ. എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തി കിട്ടിയാൽ മതി. വീട്ടിലത് ഒരാൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മോൾ ഉറങ്ങിപ്പോയി. പിന്നെ അത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ വരാം.